ഇന്ന് നമ്മൾ നോക്കുന്ന പോർഷൻസ് എന്ന് വെച്ചാൽ ഫുഡ് ടെക്നോളജി ആ പോർഷൻസാണ് നമ്മൾ നോക്കുന്നത്. അതിലാദ്യം തന്നെ ഫുഡ് പ്രിസർവേഷനാണ്. ഫുഡ് പ്രിസർവേഷൻ ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് ഏതൊക്കെയെന്നുള്ളതാണ് ടോപ്പിക്. നമുക്ക് ഫുഡ് പ്രിസർവേഷൻ ഒരു നീണ്ട ഒരു ടോപ്പിക്കാണ് ഫുഡ് പ്രിസർവേഷൻ എന്ന് പറയുന്നത്. അതിന് നമുക്ക് എങ്ങനെ ചുരുക്കി നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് എന്തൊക്കെയാണ്, നമുക്ക് ചോദിക്കാനുള്ള സാധ്യതകളുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫുഡ് പ്രിസർവേഷൻ പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്. നമുക്കറിയാം, നമുക്ക് ഫുഡ് കിട്ടുന്ന മെയിനായിട്ട് പ്ലാന്റ്സിൽ നിന്നും നമുക്ക് ഹ്യൂമൻ കൺസംഷന് ഫുഡ് കിട്ടുന്നുണ്ട്, അനിമൽസിൽ നിന്നും കിട്ടുന്നു. പ്ലാന്റ്സിൽ നിന്നെന്ന് പറയുമ്പോൾ നമുക്കറിയാം സിറിയൽസ് ആൻഡ് സിറിയൽ പ്രോഡക്ട്സ്, ഷുഗർ ആൻഡ് ഷുഗർ പ്രോഡക്റ്റ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, സ്പൈസസ് ആൻഡ് ഫ്ലേവറിങ് ഏജൻറ്റ്സ്, ഫഞ്ചൈ വിച്ച് ഇസ് ഗ്രോൺ ഫോർ ഫുഡ്, ഇതെല്ലാം പ്ലാന്റ്സിൽ വരുന്നതാണ്. ഇനി അനിമൽസ് നമുക്കറിയാം മീറ്റ് പ്രോഡക്ട്സ്, പോൾട്രി, എഗ്, ഫിഷ് ആൻഡ് അതർ സീ ഫുഡ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, ഇതൊക്കെയാണ് അനിമൽ ഫുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഫുഡായാലും പ്ലാന്റ് ഫുഡ്സ് ആയാലും അനിമൽ ഫുഡ്സ് ആയാലും നമുക്കതിനെ പ്രിസർവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്ലാന്റ് ഫുഡ് ഹ്യൂമൻ കൺസംഷനുള്ള ഫുഡിനെ നമ്മൾ എങ്ങനെയാണ് പ്രിസർവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. മെത്തേഡ്സ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ. മെയിനായിട്ട് ഏതൊക്കെയാണ് മെത്തേഡ്സ്, ഫുഡ് പ്രിസർവേഷൻ മെത്തേഡ്സ് ഈ പറയുന്നവയാണ്. അസെപ്സിസ് എന്ന് വെച്ചാൽ കീപ്പിംഗ് ഔട്ട് ഓഫ് മൈക്രോ ഓർഗാനിസം, അതായത് മൈക്രോ ഓർഗാനിസം വരാതെ നമ്മളതിനെ സൂക്ഷിക്കുക. വരാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതാണ്. അതിന് ഓൾറെഡി ഇപ്പോൾ ഒരു നട്ട്സിനൊക്കെ ഒരു ഷെല്ലുണ്ട്, അകത്തേക്ക് ഓർഗാനിസം കടത്താതിരിക്കാനായിട്ട്. അങ്ങനെ ഒരു മൈക്രോ ഓർഗാനിസംസ് അത് കോണ്ടാക്റ്റിൽ വരാതിരിക്കാനായിട്ട് കീപ്പിംഗ് ഔട്ട് ഓഫ് മൈക്രോ ഓർഗാനിസം, അതാണ് അസെപ്സിസ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസം, ഏതൊക്കെ രീതിയിൽ മൈക്രോ ഓർഗാനിസം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്ത് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും. മെയിൻ്റനൻസ് ഓഫ് അനേറോബിക് കണ്ടീഷൻസ്, നമുക്ക് എങ്ങനെ അനേറോബിക് ഓക്സിജൻ കടക്കാത്ത അനേറോബിക് കണ്ടീഷൻസ് എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഹൈ ടെമ്പറേച്ചർ, ലോ ടെമ്പറേച്ചർ, കെമിക്കൽ പ്രിസർവേറ്റീവ്സ്, ഇറേഡിയേഷൻ, മെക്കാനിക്കൽ ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ്, കോമ്പിനേഷൻ ഓഫ് 2 or more ഓഫ് ദ എബവ് മെത്തേഡ്. അപ്പോൾ ഇതൊക്കെയാണ് മെത്തേഡ്സ്, ഫുഡ് പ്രിസർവ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ ഈസ് അസെപ്സിസ്, സെക്കൻഡ് വൺ ഈസ് റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസം, and third one is maintenance of anaerobic condition, use of high temperature, low temperature, chemical preservatives, irradiation and mechanical destruction of microorganisms. ഇതെല്ലാം പ്രിസർവേഷൻ മെത്തേഡ്സ് ആണ്. ഇത് കൂടാതെ വൺ ഓർ മേളിൽ പറഞ്ഞ ഏതെങ്കിലും മെത്തേഡ്സിൻ്റെ കോമ്പിനേഷൻ യൂസ് ചെയ്തും നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്യാൻഡ് ഫുഡിനെ നമ്മൾ ഇവാക്യുവേറ്റഡ് സീൽഡ് ക്യാനിൽ നമ്മൾ ആക്കുന്നതിന് മുന്നേട്ട് പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഹീറ്റ് പ്രോസസ്സിംഗ് എന്നുള്ള മെത്തേഡ് വഴിയാണ് നമ്മൾ പ്രിസർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രൂട്ട് ജ്യൂസ് മാതിരിയുള്ള സാധനങ്ങളാണ് ക്യാൻഡ് ഫുഡിൽ നമുക്ക് പ്രിസർവ് ചെയ്യാനുണ്ടെങ്കിൽ അവിടെ സോർബേറ്റോ ബെൻസോയേറ്റോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്റ്റെറിലൈസേഷന് കുറച്ച് ഹീറ്റ് മാത്രമേ ആവശ്യമായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നുകിൽ കെമിക്കൽ പ്രിസർവേറ്റീവ്സും ഹീറ്റിങ്ങും രണ്ടും യൂസ് ചെയ്ത് അങ്ങനെ നമുക്ക് പ്രിസർവ് ചെയ്യാനായിട്ട് പറ്റും. അതായത് പ്രിസർവേഷൻ മെത്തേഡ്സ് ആണ് ഈ പറഞ്ഞ അസെപ്സിസ്, റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസം, മെയിൻ്റനൻസ് ഓഫ് അനേറോബിക് കണ്ടീഷൻ, യൂസ് ഓഫ് ഹൈ ടെമ്പറേച്ചർ, ലോ ടെമ്പറേച്ചർ, കെമിക്കൽ പ്രിസർവേറ്റീവ്സ്, ഇറേഡിയേഷൻ, മെക്കാനിക്കൽ ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം ആൻഡ് കോമ്പിനേഷൻ ഓഫ് എനി ഓഫ് ദ അബവ് മെത്തേഡ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ. ഇപ്പോൾ ഫുഡ് പ്രിസർവേഷൻ മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ മെത്തേഡ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിന് മുന്നേ ആയിട്ട് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, ഫുഡ് പ്രിസർവേഷൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് മെത്തേഡ്സ് ഇരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓർ ഡിലേ ഓഫ് മൈക്രോബിയൽ ഡീകമ്പോസിഷൻ. അതായത് മൈക്രോബ്സിൻ്റെ ഡീകമ്പോസിഷനെ നമ്മൾ ഒന്നുകിൽ പ്രിവെൻറ്റ് ചെയ്യുന്നു, വരാതെ നോക്കുന്നു, അല്ലെങ്കിൽ ഡിലേ ചെയ്യിക്കുന്നു. മൈക്രോബിയൽ ഡീകമ്പോസിഷൻ നടക്കാതെ നമ്മൾ സ്ലോ ചെയ്യിക്കുക അല്ലെങ്കിൽ അതിൻ്റെ പ്രിവെൻറ്റ് ചെയ്യുക. അതാണ് ഫുഡ് പ്രിസർവേഷൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതിൽ വരുന്നത് എങ്ങനെയൊക്കെ നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിലേ ചെയ്യാം, മൈക്രോബിയൽ ഡീകമ്പോസിഷനെ എങ്ങനെ നമുക്ക് ഡിലേ ചെയ്യാം എന്ന് വെച്ചാൽ അതിൽ വരുന്നതാണ് ബൈ കീപ്പിംഗ് ഔട്ട് മൈക്രോ ഓർഗാനിസംസ്. ആ പ്രോസസ്സാണ് നമ്മൾ പറഞ്ഞ അസെപ്സിസ്. മൈക്രോ ഓർഗാനിസത്തിനെ വരാതെ നമുക്ക് നോക്കാം. ബൈ റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസം, വന്നതിനെ നമുക്ക് റിമൂവ് ചെയ്യാം. ബൈ ഫിൽട്രേഷൻ, ബൈ ഹിൻഡറിങ് ദ ഗ്രോത്ത് ആൻഡ് ആക്ടിവിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസം, ഹൈ ലോ ടെമ്പറേച്ചർ, ഡ്രൈയിങ് മാതിരിയുള്ള മെത്തേഡ് വഴി ഉണ്ടായ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ നമുക്ക് ഹിൻഡർ ചെയ്യാം. ബൈ കില്ലിംഗ് മൈക്രോ ഓർഗാനിസംസ്, ഒരു ഹീറ്റ് അല്ലെങ്കിൽ റേഡിയേഷൻ കൊടുത്തിട്ട് മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് കില്ല് ചെയ്യാനും പറ്റും. ഗ്രോത്ത് ഹിൻഡർ ചെയ്യുന്നതാണ് ലോ ടെമ്പറേച്ചറും ഡ്രൈയിങ്ങും വഴി.
കില്ലിംഗ് മൈക്രോ ഓർഗാനിസത്തിൽ വരുന്നതാണ് ഹൈ ടെമ്പറേച്ചർ ഹീറ്റും റേഡിയേഷനും വരുന്നത്. അപ്പോൾ പ്രിവെൻഷൻ ഓർ ഡിലേ ഓഫ് മൈക്രോബിയൽ ഡീകമ്പോസിഷൻ അതിൽ വരുന്നതാണ് by keeping out microorganism asepsis, by removal of microorganism filtration, by hindering the growth and activity of microorganism by low temperature drying etc., by killing microorganism by heat or irradiation. ഇതൊക്കെയാണ് പ്രിവെൻഷൻ ഓർ ഡിലേ ഓഫ് മൈക്രോബിയൽ ഡീകമ്പോസിഷനിൽ വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓർ ഡിലേ ഓഫ് സെൽഫ് ഡീകമ്പോസിഷൻ ഓഫ് ഫുഡ് അങ്ങനെ തന്നെ ഇരുന്നിട്ട് എക്സ്റ്റേണലായിട്ട് മൈക്രോ ഓർഗാനിസത്തിൻ്റെ കാരണം കൊണ്ടായിരിക്കത്തില്ല, അതിനകത്ത് തന്നെയുള്ള ചില കോമ്പൗണ്ട്സിൻ്റെ സെൽഫ് ഡീകമ്പോസിഷൻ കാരണം അതായത് കേടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് പ്രിവെൻഷൻ ഓർ ഡിലേ ഓഫ് സെൽഫ് ഡീകമ്പോസിഷൻ ഓഫ് ഫുഡിൻ്റെ സെൽഫ് ഡീകമ്പോസിഷൻ നമുക്ക് എങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, അതിൽ വരുന്നതാണ് ഇനാക്ടിവേഷൻ ഓഫ് ഫുഡ് എൻസൈംസ്. ഫുഡിലുള്ള എൻസൈംസിനെ നമുക്ക് ഇനാക്ടിവേറ്റ് ചെയ്യാം. എൻസൈംസിനെ ഇനാക്ടിവേറ്റ് ചെയ്യുമ്പോൾ ആ ഡീകമ്പോസിഷൻ്റെ റേറ്റ് കുറയാം. ഓർ പ്രിവെൻഷൻ ഓർ ഡിലേ ഓഫ് പ്യുവർലി കെമിക്കൽ റിയാക്ഷൻ, ഓക്സിഡേഷൻ മാതിരിയുള്ള കെമിക്കൽ റിയാക്ഷൻസ് വരാതിരിക്കാനും നടത്താതിരിക്കാനും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ വരുന്നതാണ് ഇനാക്ടിവേഷൻ ഓഫ് ഫുഡ് എൻസൈം. ഫുഡ് എൻസൈംസിനെ ഇനാക്ടിവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്യുവർലി കെമിക്കൽ റിയാക്ഷൻ ഓക്സിഡേഷൻ മാതിരിയുള്ള കെമിക്കൽ റിയാക്ഷനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യിക്കാം. തേർഡ് വൺ പ്രിവെൻഷൻ ഓഫ് ഡാമേജ് ഡ്യൂ ടു ഇൻസെക്ട്സ് ആനിമൽസ് മെക്കാനിക്കൽ കോസസ്. അതായത് ഇൻസെക്റ്റോ ആനിമലോ മറ്റ് മെക്കാനിക്കൽ കോസസോ കാരണം ഫുഡ് കേടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വഴിയൊക്കെയാണ് അതിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക. അങ്ങനെയൊന്നും വരാതെ, അതായത് ആനിമൽസ് ഒന്നും കടിക്കാതെ, ഇൻസെക്റ്റ് ഒന്നും അതിന് ബൈറ്റ് ചെയ്യാതെ, മെക്കാനിക്കൽ കാരണങ്ങൾ കൊണ്ടും അതിനൊന്നും സംഭവിക്കാതെ നോക്കുന്നതിനെയാണ് ഇന്ന് ലാസ്റ്റ് ഇതിൽ വരുന്നത്. അപ്പോൾ മൊത്തത്തിലുള്ള ഫുഡ് പ്രിസർവേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത് ഈ 3 പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിളിൽ വരുന്നതാണ്. ഒന്നുകിൽ പ്രിവെൻഷൻ ഓർ ഡിലേ ഓഫ് മൈക്രോബിയൽ ഡീകമ്പോസിഷൻ, prevention or second one is prevention or delay of self decomposition of food, and third one is prevention of damage due to insects, animals, mechanical causes etc. ഏത് പ്രിസർവേഷൻ ടെക്നിക്ക് എടുത്താലും ഈ 3 പ്രിൻസിപ്പിൾസിൽ ഏതെങ്കിലും ഒന്നിനെ ബേസ് ചെയ്തായിരിക്കും അതിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. ആദ്യമായിട്ട് അസെപ്സിസ് ആണ്. അസെപ്സിസ് എന്ന് പറയുന്നത് കീപ്പിംഗ് ഔട്ട് മൈക്രോ ഓർഗാനിസംസ്. അസെപ്സിസ് മീൻസ് കീപ്പിംഗ് ഔട്ട് മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ വരാതെ നോക്കുന്നു, കീപ്പിംഗ് ഔട്ട്, പുറത്ത് നിർത്തിയിരിക്കുന്നു. അതെങ്ങനെയാണ്? ഇന്നർ ടിഷ്യൂസ് ഓഫ് ഹെൽത്തി പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ ഫ്രീ ഫ്രം മൈക്രോ ഓർഗാനിസംസ്. അതായത് ഹെൽത്തി പ്ലാന്റ് ടിഷ്യൂ, അതായത് ഇപ്പോൾ ഒരു നട്ടിൽ ഒരു ഷെല്ലുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും സ്കിന്നുണ്ട്, എഗ്ഗിനകത്ത് ഷെല്ലുണ്ട്. ഇങ്ങനെ തന്നെ നോർമലി അല്ലെങ്കിൽ നാച്ചുറലി കൂടുതലായിട്ട് മൈക്രോ ഓർഗാനിസംസ് എൻ്റർ ചെയ്യാതിരിക്കാനായിട്ട് അതിനകത്ത് തന്നെ ഓരോ സെൽഫ് മെക്കാനിസംസ് ഉണ്ട്. ഓരോ ഷെൽസോ അല്ലെങ്കിൽ സ്കിന്നോ അങ്ങനെയുള്ള സംഭവങ്ങൾ മൈക്രോ ഓർഗാനിസം വരാതിരിക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ ഒരു പ്രിവെൻഷൻ ടെക്നിക്കാണ്. ബയോ ബേർഡൻ ഓഫ് മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് ഏത് കൈൻഡ് ആൻഡ് നമ്പർ ഓഫ് ഓർഗാനിസം പ്രസൻറ്റ്, അതായത് അവിടെ ഒരു ഓർഗാനിസത്തിൻ്റെ ഏത് തരത്തിലുള്ള ഓർഗാനിസം ആണെന്നും ഏത് നമ്പർ ആണെന്നും ഉള്ളതാണ് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ബയോ ബേർഡൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ കൈൻഡ് ഓഫ് ഓർഗാനിസം സ്പോയിലേജ് ആയിട്ടുള്ള, ഇപ്പോൾ സ്പോയിലേജ് ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ഫുഡ് ഫെർമെൻറ്റേഷന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഓർഗാനിസം ആവാം, പാത്തോജനിക് ആയിട്ടുള്ളതും ആവാം. ഫെർമെൻറ്റേഷന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഓർഗാനിസം ആണെങ്കിൽ നമുക്കൊന്നുകൂടി നല്ലതാണ്, പക്ഷേ പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസം ആണെങ്കിൽ അത് നമുക്ക് നല്ലതല്ല. ഇൻഫെക്ഷൻസും ഡിസീസസും എല്ലാം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. നമ്പർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്പോയിലേജ് നമ്പർ കൂടിക്കഴിഞ്ഞാൽ സ്പോയിലേജ് വേഗം ഉണ്ടാവും, പ്രിസർവ് ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മൈക്രോ ഓർഗാനിസത്തിൻ്റെ കൈൻഡ് ആൻഡ് നമ്പറാണ് ബയോബേർഡനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഏത് തരത്തിലുള്ള മൈക്രോ ഓർഗാനിസം, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ആണെങ്കിൽ കുഴപ്പമില്ല, അതുപോലെ നമ്പറും കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. ഏത് അത് നമ്മൾ പറഞ്ഞല്ലോ, ഇതാണ് അസെപ്സിസ് എന്ന് പറയുന്നത്, കീപ്പിംഗ് ഔട്ട് ഓഫ് മൈക്രോ ഓർഗാനിസം. ഇനി ഫുഡ് ഇൻഡസ്ട്രിയിൽ ഇമ്പോർട്ടൻസ് ഓഫ് അസെപ്റ്റിക് മെത്തേഡ്സ് ഇൻ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഈ അസെപ്റ്റിക് മെത്തേഡ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? പാക്കേജിങ് ഓഫ് ഫുഡ്, അതായത് പ്രൊട്ടക്ട് ദ പ്രോസസ് കണ്ടൻസ് ഫ്രം കണ്ടാമിനേഷൻ. ഫുഡ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുക, പാക്കേജിങ് വഴി നമുക്ക് കണ്ടാമിനേഷൻ ഉണ്ടാകാതെ, പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ ഫുഡിൽ കണ്ടാമിനേഷൻ ഉണ്ടാവാതെ നോക്കുന്ന ഒരു ഇതാണ് പാക്കേജിങ്. ഫുഡ് പാക്കേജിങ് വഴി നമുക്ക് കുറച്ചൊക്കെ കണ്ടാമിനേഷൻ ഒഴിവാക്കാൻ പറ്റും.
അതുപോലെ മിൽക്കിൻ്റെ ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് അതിനകത്തുള്ള ബാക്ടീരിയൽ കണ്ടന്റ് ആണ് അതിൻ്റെ ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ സീൽഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലൊക്കെ നമ്മൾ വെക്കുന്നതിൽ ഹീറ്റ് ട്രീറ്റ്മെൻ്റ് എല്ലാം പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് അവിടെയും കണ്ടാമിനേഷൻ ഒഴിവാക്കാനായിട്ട് പറ്റും. മീറ്റ് ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ നമ്മൾ സ്ലോട്ടർ ഹാൻഡ്ലിങ് ആ സമയത്തെല്ലാം സാനിറ്ററി മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെയുള്ള മൈക്രോബ്സിൻ്റെ ലോഡ് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ആ മീറ്റിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ പറ്റും. കോമ്പീറ്റിംഗ് മൈക്രോ ഓർഗാനിസം അതായത് കുറവാണെങ്കിൽ ഫെർമെൻറ്റേഷനിലും, അതായത് ഇപ്പോൾ നമ്മൾ ഫെർമെൻറ്റേഷനിൽ ഓർഗാനിസംസ് കൂടുതലായിട്ട് വേണം. അപ്പോൾ അവിടെ കോമ്പീറ്റിംഗ് ആയിട്ട് പാത്തജനിക് ആയിട്ട് അങ്ങനെയുള്ള ഓർഗാനിസംസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഫെർമെൻറ്റേഷൻ നല്ല രീതിയിൽ നടക്കും. അപ്പോൾ ഇതൊക്കെയാണ് അസെപ്റ്റിക് മെത്തേഡ്സിൽ പറയുന്നത്. അപ്പോൾ അസെപ്സിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി കീപ്പിംഗ് ഔട്ട് ഓഫ് മൈക്രോ ഓർഗാനിസം, അതാണ് അസെപ്സിസ് എന്ന് പറയുന്നത്. അവിടെ ഓർഗാനിസത്തിൻ്റെ കൈൻഡ് ആൻഡ് നമ്പർ, അതാണ് ബയോ ബർഡൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് ആ ഫുഡ് പ്രിസർവ് ചെയ്യുന്നത് നമുക്ക് എത്രമാത്രം എളുപ്പമാണെന്നുള്ളത് അല്ലെങ്കിൽ എത്രമാത്രം ഡിഫിക്കൽട്ട് ആകുന്നത്. നമ്പറും സ്പോയിലേജ് ഓർഗാനിസം പാത്തോജനിക് ഓർഗാനിസം എല്ലാം കൂടിക്കഴിഞ്ഞാൽ പ്രിസർവേഷൻ മെത്തേഡ് ഡിഫിക്കൽട്ടായിട്ട് വരും. ഓക്കെ, കമ്മിങ് ടു നെക്സ്റ്റ് മെത്തേഡ്, റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസത്തിന് നമുക്ക് ഏതൊക്കെ ടെക്നിക്സ് വഴി റിമൂവ് ചെയ്യാൻ പറ്റും? ഈ റിമൂവലിൽ വരുന്നതാണ് ഫിൽട്രേഷൻ, സെൻട്രിഫ്യൂഗേഷൻ ഓർ സെഡിമെൻറ്റേഷൻ, വാഷിംഗ്, ട്രിമ്മിങ്. ഇതാണ് മൈക്രോ ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സ്. അതിൽ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഫിൽട്ടർ ചെയ്ത് മാറ്റുക. അതായത് നമ്മൾ ലിക്വിഡിനെ എല്ലാം നമ്മൾ നേരത്തെ സിൻറ്റേർഡ് ഗ്ലാസ് അല്ലെങ്കിൽ ഡയറ്റോമേഷ്യസ് എർത്ത് ഫിൽറ്റേഴ്സിലൂടെ കടത്തിവിടുക, അല്ലെങ്കിൽ നമ്മൾ പ്രഷർ കൊടുത്ത് അതിനെ വിടുക. ഫ്രൂട്ട് ജ്യൂസ്, വൈന്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതൊക്കെയാണെങ്കിൽ നമ്മൾ പ്രഷർ കൊടുത്ത് ഫിൽട്ടർ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുക. സിൻറ്റേർഡ് ഗ്ലാസ് ഫിൽറ്റേഴ്സ്, സ്റ്റെറിലൈസ്ഡ് ബാക്ടീരിയ പ്രൂഫ് ഫിൽറ്റേഴ്സ് ഉണ്ട്. ഈ സിൻറ്റേർഡ് ഗ്ലാസ് ഫിൽറ്റേഴ്സും ഡയറ്റോമേഷ്യസ് എർത്ത് ഫിൽറ്റേഴ്സൊക്കെ അതാണ്. അങ്ങനെ നമുക്ക് ബാക്ടീരിയ എല്ലാം റിമൂവ് ചെയ്യാൻ പറ്റും. ലിക്വിഡിൽ മാത്രമേ നമുക്ക് പക്ഷേ ഈ ഫിൽട്രേഷൻ നമുക്ക് സാധ്യമാകത്തുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഇനി സെൻട്രിഫ്യൂഗേഷൻ അല്ലെങ്കിൽ സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഡ്രിങ്കിങ് വാട്ടർ, മിൽക്ക് അങ്ങനെയുള്ള കേസിൽ സസ്പെൻഡഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി സെഡിമെൻറ്റേഷൻ അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗേഷൻ അല്ല ഹൈ സ്പീഡിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സ്പോറിനെയൊക്കെ റിമൂവ് ചെയ്യാനും സെൻട്രിഫ്യൂഗേഷന് പറ്റുന്നുണ്ട്. ഡ്രിങ്കിങ് വാട്ടർ, മിൽക്ക് അതിലൊക്കെ സസ്പെൻഡഡ് പാർട്ടിക്കിൾസും സ്പോറിനെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നത് സെൻട്രിഫ്യൂഗേഷൻ അല്ലെങ്കിൽ സെഡിമെൻറ്റേഷൻ വഴി. ഇനി വാഷിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്തെങ്കിലും മണ്ണ് പറ്റുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടാമിനേഷൻ സോയിൽ മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ സർഫസിൽ പറ്റിയിരിക്കുന്ന റിമൂവ് ചെയ്യാൻ വേണ്ടി വാഷിംഗ് വഴി നമുക്കതെല്ലാം റിമൂവ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ കൂടുതലായിട്ട് വാട്ടർ കണ്ടൻറ്റ് ഒരു മെറ്റീരിയലിൽ ഒരു മെത്തേഡിൽ കൂടുതലായിട്ട് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാകുകയാണെങ്കിൽ അതും സ്പോയിലേജ് ഓർഗാനിസത്തിന് ആഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മോയ്സ്ചറും അധികം ആകാതെ നോക്കണം. ജസ്റ്റ് വാഷ് ചെയ്ത് കളയുക. ഡ്രൈ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ നമ്മൾ ഡ്രൈ ചെയ്തിട്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടൻറ്റ് കാരണം സ്പോയിലേജ് ഓർഗാനിസംസ് കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ട്രിമ്മിങ് നമുക്കറിയാം ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുക, അതാണ് ട്രിമ്മിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്കാർഡിങ് ദ സ്പോയിൽഡ് പാർട്സ് ഓഫ് ദ ഫുഡ്, അതാണ് ട്രിമ്മിങ്. അപ്പോൾ റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസത്തിൽ വരുന്നതാണ് ഫിൽട്രേഷൻ, സെൻട്രിഫ്യൂഗേഷൻ ഓർ സെഡിമെൻറ്റേഷൻ, വാഷിംഗ്, ട്രിമ്മിങ്. ഇതെല്ലാം മൈക്രോ ഓർഗാനിസത്തിന് നമ്മൾ ഈ മെത്തേഡ്സിലെല്ലാം റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മെയിൻ്റനൻസ് ഓഫ് അനേറോബിക് കണ്ടീഷൻ. അനേറോബിക് കണ്ടീഷൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോ ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇവാക്വേഷൻ, അതായത് ഫിൽഡ് ഒരു കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിരിക്കുന്ന ഒരു ഇതിനകത്ത് നമ്മൾ കുറച്ച് അവിടുത്തെ എയർ റീപ്ലേസ് ചെയ്ത് കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് കൊടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് അനേറോബിക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. അതായത് ചില ബാക്ടീരിയയുടെ സ്പോർസ് ഈവൻ ഹീറ്റ് കൊടുത്താൽ പോലും ഡിസ്ട്രക്റ്റ് ആവാത്ത ബാക്ടീരിയ സ്പീഷീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബാക്ടീരിയൽ സ്പീഷീസിൻ്റെ സ്പോറിനെ എല്ലാം നമുക്ക് ഈ അനേറോബിക് കണ്ടീഷൻസിൽ നമ്മൾ ആ ഫുഡ് മെറ്റീരിയലിനെ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ സ്പോർസിന് ഗ്രോ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഓക്സിജൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിലേ ഗ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ചില ബാക്ടീരിയയുടെ സ്പോർസിനെയൊക്കെ നമുക്ക് ഈ അനേറോബിക് കണ്ടീഷനിൽ നമ്മൾ ഫുഡിനെ പ്രിസർവ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ബാക്ടീരിയൽ സ്പോർസിനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, വരാതെ നോക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫെർമെൻറ്റേഷൻ നടക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് മേളിൽ ബൈ പ്രോഡക്റ്റായിട്ട് കാർബൺ ഡയോക്സൈഡ് മേളിൽ ഉണ്ടാകുന്ന കാരണമാണ് അതിനൊരു അനേറോബിക് കണ്ടീഷൻ കിട്ടുന്ന കാരണം മറ്റ് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ അതിന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ അനേറോബിക് കണ്ടീഷൻ ആകുമ്പോൾ
ആ ഓർഗാനിസത്തിന്, അതായത് ഓക്സിജന് ആവശ്യമുള്ള ഓർഗാനിസത്തിന് അവിടെ വളരാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവിടെ മറ്റ് ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മെയിൻ്റനൻസ് ഓഫ് അനേറോബിക് കണ്ടീഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് കണ്ടെയ്നറാണോ അല്ലെങ്കിൽ ഇവ ട്യൂബാണോ അതിനകത്ത് നമുക്ക് ഓക്സിജനെ റിമൂവ് ചെയ്ത് കാർബൺ ഡയോക്സൈഡോ ഇനേർട്ട് ഗ്യാസോ കൊടുക്കാൻ പറ്റുന്നതാണ് മെയിൻ്റനൻസ് ഓഫ് അനേറോബിക് കണ്ടീഷനിൽ വരുന്നത്. അതിൽ ഓക്സിജൻ്റെ ആബ്സെൻസിൽ ബാക്ടീരിയൽ സ്പോർസിനെയൊക്കെ നമുക്ക് വരാതെ നോക്കാൻ പറ്റും. ഇത് കൂടാതെ തന്നെ ഫെർമെൻറ്റേഷനിലും ഇതുപോലെ കാർബൺ ഡയോക്സൈഡ് ബൈ പ്രോഡക്റ്റായിട്ട് ഫോം ചെയ്യുന്ന കാരണം ഓക്സിജൻ ആവശ്യമുള്ള ഓർഗാനിസത്തിന് മറ്റ് ഓർഗാനിസത്തിന് വരാതെയും പാത്തോജനിക് ആയിട്ടുള്ളതും അല്ലാതെ സ്പോയിലേജ് ഓർഗാനിസത്തിനും അവിടെ ഗ്രോ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത ഇതിൽ നോക്കുന്നത് പ്രിസർവേഷൻ യൂസിങ് ഹൈ ടെമ്പറേച്ചർ ആണ്. അതിന് മുന്നേ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. കമ്മിങ് ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിവെൻഷൻ ഓർ ഡിലേ ഓഫ് മൈക്രോബിയൽ ഡീകമ്പോസിഷൻ ബൈ കീപ്പിംഗ് ഔട്ട് മൈക്രോ ഓർഗാനിസംസ്. Options are asepsis, filtration, temperature, drying. And answer is asepsis. അതായത് അസെപ്സിസ് വഴി നമുക്ക് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിലേ ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. പ്രിവെൻഷൻ ഓർ ഡിലേ ഓഫ് മൈക്രോബിയൽ ഡീകമ്പോസിഷൻ ബൈ റിമൂവിങ് ഓഫ് മൈക്രോ ഓർഗാനിസം. അസെപ്സിസ്, ഫിൽട്രേഷൻ, ടെമ്പറേച്ചർ, ഡ്രൈയിങ്. ഫിൽട്രേഷൻ വഴി നമുക്ക് മൈക്രോ ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ലോ ടെമ്പറേച്ചർ ഡ്രൈയിങ് എക്സെട്ര. അത് നമ്മൾ ടെമ്പറേച്ചറിൻ്റെ പോർഷനിലോട്ട് പോകുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും. പക്ഷേ പ്രിസർവേഷൻ യൂസ് ഹൈ ടെമ്പറേച്ചർ കൊടുത്ത് നമുക്ക് എങ്ങനെയാണ് ഫുഡിനെ പ്രിസർവ് ചെയ്യാൻ പറ്റുന്നത്. ഹീറ്റ് റെസിസ്റ്റൻസ് ഓഫ് മൈക്രോ ഓർഗാനിസം ആൻഡ് ദെയർ സ്പോർ. മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഹീറ്റ് റെസിസ്റ്റൻസിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അതിൻ്റെ തെർമൽ ഡെത്ത് ടൈം, TDT എന്ന് പറയുന്ന തെർമൽ ഡെത്ത് ടൈം വെച്ചിട്ടാണ് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഹീറ്റ് റെസിസ്റ്റൻസ് എക്സ്പ്രസ് ചെയ്യുന്നത്. ദറ്റ് ഈസ് തെർമൽ ഡെത്ത് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് ടൈം ഇറ്റ് ടേക്ക് അറ്റ് എ സർട്ടൻ ടെമ്പറേച്ചർ ടു കിൽ എ സ്റ്റേറ്റഡ് നമ്പർ ഓഫ് ഓർഗാനിസംസ് ഓർ സ്പോർസ് അണ്ടർ സ്പെസിഫൈഡ് കണ്ടീഷൻ. അതായത് ഒരു പ്രത്യേക കണ്ടീഷനിൽ ഒരു ഇത്ര നമ്പർ ബാക്ടീരിയൽ സെൽ അല്ലെങ്കിൽ സ്പോർ അതിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം എത്രയാണ്, ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ എത്ര സമയം വേണം എന്നുള്ളതാണ് അതിൻ്റെ തെർമൽ ഡെത്ത് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത്. അതിന് TDT എന്നാണ് നമ്മൾ പറയുന്നത്. മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഹീറ്റ് റെസിസ്റ്റൻസ് നമുക്ക് TDT വെച്ചിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചിലപ്പോൾ നമ്മളിതിനെ അബ്സല്യൂട്ട് തെർമൽ ഡെത്ത് ടൈം എന്നും പറയാറുണ്ട്. അബ്സല്യൂട്ട് തെർമൽ ഡെത്ത് ടൈം. ഈ മെജോറിറ്റി തെർമൽ ഡെത്ത് ടൈം എന്ന് പറയുന്നത് ടൈം ടേക്കൺ ഫോർ കില്ലിങ് മോസ്റ്റ് ഓഫ് ദ സെൽസ് ഓർ സ്പോർ പ്രസൻറ്റ്. അതായത് മിക്കവാറും ഒരു ഫുഡിനകത്തുള്ള മെജോറിറ്റി സെൽ അല്ലെങ്കിൽ സ്പോറിനെ നമുക്ക് കൊല്ലാൻ വേണ്ട സമയമാണ് മെജോറിറ്റി തെർമൽ ഡെത്ത് ടൈം എന്ന് പറയുന്നത്. അല്ലാതെ സാധാരണ തെർമൽ ഡെത്ത് ടൈം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ഓർഗാനിസത്തിനെ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്ര ടൈം വേണം എന്നുള്ളതാണ് അതിൻ്റെ തെർമൽ ഡെത്ത് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത്. തെർമൽ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് കില്ലിംഗ്. ദ റേറ്റ് അറ്റ് വിച്ച് ഇത് ഓർഗാനിസത്തിന് നമുക്ക് കില്ല് ചെയ്യാൻ പറ്റുന്ന റേറ്റാണ്. എത്രമാത്രം ഹീറ്റ് കൊടുത്തിട്ടാണ്, എത്രമാത്രം ടൈമിൽ എത്ര ടെമ്പറേച്ചറിൽ എത്രമാത്രം ഹീറ്റ് കൊടുത്തിട്ട് അതിനെ കില്ല് ചെയ്യുന്ന ആ റേറ്റിനെയാണ് തെർമൽ ഡെത്ത് റേറ്റ് എന്ന്. ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ അത് കില്ല് ചെയ്യുന്ന റേറ്റ്. തെർമൽ ഡെത്ത് പോയിന്റ് എന്ന് പറയുന്നത് എല്ലാ ഓർഗാനിസത്തിനെയും 10 മിനിറ്റിനുള്ളിൽ കില്ല് ചെയ്യാനുള്ള ടെമ്പറേച്ചറിനെയാണ് തെർമൽ ഡെത്ത് പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ടെമ്പറേച്ചർ നെസസറി ടു കിൽ ഓൾ ദ ഓർഗാനിസംസ് ഇൻ 10 മിനിറ്റ്സ്. അതാണ് തെർമൽ ഡെത്ത് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഹീറ്റ് റെസിസ്റ്റൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് തെർമൽ ഡെത്ത് ടൈമിൻ്റെ ബേസിസിലാണ്. ഇറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ടു കിൽ അറ്റ് എ സർട്ടൻ ടെമ്പറേച്ചർ ടു കിൽ എ സർട്ടൻ നമ്പർ ഓഫ് ബാക്ടീരിയ അല്ലെങ്കിൽ സ്പോർസ് അണ്ടർ സ്പെസിഫൈഡ് കണ്ടീഷൻ. അതാണ് തെർമൽ ഡെത്ത് ടൈം എന്ന് പറയുന്നത്. അതിന് നമ്മൾ അബ്സല്യൂട്ട് തെർമൽ ഡെത്ത് ടൈം എന്നും പറയാറുണ്ട്. മെജോറിറ്റി തെർമൽ ഡെത്ത് ടൈം ഉദ്ദേശിക്കുന്നത് മോസ്റ്റ് ഓഫ് ദ സെൽ അല്ലെങ്കിൽ സ്പോറിനെ കില്ല് ചെയ്യാനുള്ള ടൈമാണ്. തെർമൽ ഡെത്ത് റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് റേറ്റ് ഓഫ് കില്ലിങ്, ആ കില്ല് ചെയ്യുന്ന റേറ്റാണ് തെർമൽ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. തെർമൽ ഡെത്ത് പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് 10 മിനിറ്റ്സിൽ എല്ലാ ഓർഗാനിസത്തിനെയും കില്ല് ചെയ്യേണ്ട ടെമ്പറേച്ചറിനെയാണ് തെർമൽ ഡെത്ത് പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എംപ്ലോയിഡ് ഇൻ ഫുഡ് പ്രോസസ്സിങ്. ഈ തെർമൽ ഡെത്ത് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും ഗ്രാഫ് അതൊന്നും നമുക്കിപ്പോൾ ആവശ്യമില്ല.
നമുക്ക് അടുത്ത ഇതിലെന്ന് വെച്ചാൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എംപ്ലോയിഡ് ഇൻ ഫുഡ് പ്രോസസ്സിങ്ങിൽ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ഹീറ്റ് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ പാസ്ചറൈസേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പാസ്ചറൈസേഷനിൽ എന്തൊക്കെയാണ് നമുക്ക് പറയാം. പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് കിൽ പാർട്ട് ബട്ട് നോട്ട് ഓൾ ദ മൈക്രോ ഓർഗാനിസം യൂഷ്വലി ഇൻവോൾവ് ആപ്ലിക്കേഷൻ ഓഫ് ഹീറ്റ് ബിലോ 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രിയിൽ താഴെയുള്ള ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ട് മൈക്രോ ഓർഗാനിസത്തിന് കില്ല്. എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെ അല്ല, ഹാംഫുള്ളായിട്ട് ഉള്ള നമുക്ക് വേണ്ടാത്ത ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്ന പാർട്ട് കുറച്ച് ഓർഗാനിസത്തിനെ മാത്രം കില്ല് ചെയ്യുക. അതാണ് പാസ്ചറൈസേഷൻ. യൂഷ്വലി മിൽക്കിൻ്റെ സ്റ്റെറിലൈസേഷന് നമ്മൾ പറഞ്ഞായിരുന്നു, സ്റ്റെറിലൈസേഷൻ ടെക്നിക്സ് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, അവിടെ പാസ്ചറൈസേഷൻ നമ്മൾ നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പാസ്ചറൈസേഷൻ പല മെത്തേഡ്സ് ഉണ്ട്. ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം, HTST, ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം പാസ്ചറൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹൈ ടെമ്പറേച്ചർ കൊടുക്കും, പക്ഷേ ടൈം ഷോർട്ടാണ്. ഒരു ഷോർട്ട് ടൈമിൽ ഹൈ ടെമ്പറേച്ചർ കൊടുക്കുന്നതിനെയാണ് HTST, അതായത് ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം പാസ്ചറൈസേഷൻ. 71.7 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 സെക്കൻഡ്സ്, അതായത് 15 സെക്കൻഡ്സിലേക്ക് നമ്മൾ 71.7 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൊടുക്കുന്നതിനെയാണ് HTST അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ഇനി വേറൊരു മെത്തേഡാണ് ലോങ് ടെമ്പറേച്ചർ ലോങ് ടൈം അല്ലെങ്കിൽ ലോങ് ടെമ്പറേച്ചർ ലോങ് ടൈം അല്ലെങ്കിൽ ഹോൾഡിംഗ് മെത്തേഡ് എന്ന് പറയും. LTH ആണ് അതിന് പറയുന്നത്. ലോങ് ടെമ്പറേച്ചർ ലോങ് ടൈം ഓർ ഹോൾഡിംഗ് മെത്തേഡ് എന്നാണ് നമ്മൾ പറയുന്നത്. അവിടെ നമ്മൾ കൊടുക്കുന്നത് 62.8 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സ് ഫോർ മിൽക്കിൻ്റെ പ്രോസസ്സിങ്ങിന് തന്നെയാണ് അത് യൂസ് ചെയ്യുന്നത്. 71.7 degree for 15 seconds. This is 62.8 degree Celsius for 30 minutes. ഇനി അൾട്രാ പാസ്ചറൈസേഷൻ മെത്തേഡ് ഉണ്ട്. ഇറ്റ് ഈസ് 137.8 ഡിഗ്രി സെൽഷ്യസ് ഫോർ 2 സെക്കൻഡ്സ്. വെറും 2 സെക്കൻഡ്സിലേക്ക് 137.8 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ കൊടുക്കുന്നതാണ് അൾട്രാ പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ഇനി പാസ്ചറൈസേഷന് സപ്ലിമെൻ്റ് ചെയ്യുന്ന പ്രിസർവേറ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ റെഫ്രിജറേഷൻ. ആ മിൽക്ക് കേടാകാതെ, പാസ്ചറൈസേഷനൊക്കെ കഴിഞ്ഞ് വരുന്ന മിൽക്കിനെ കേടാകാതെ നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്ത് സൂക്ഷിക്കാം. കീപ്പിംഗ് ഔട്ട് മൈക്രോ ഓർഗാനിസം വരാതെ നോക്കാം. അനേറോബിക് കണ്ടീഷൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഹൈ കോൺസെൻട്രേഷൻ ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഗാനിസം വരാതിരിക്കാം. കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ചിലർ ആഡ് ചെയ്യാം. ഇങ്ങനെ പല രീതിയിൽ നമ്മൾ പാസ്ചറൈസേഷൻ കഴിഞ്ഞ മെറ്റീരിയൽസിനെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. മെയിൻ ആയിട്ടുള്ള പാസ്ചറൈസേഷൻ 3 ഇതാണ്: ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം പാസ്ചറൈസേഷൻ, ലോങ് ടെമ്പറേച്ചർ ലോങ് ടൈം ഹോൾഡിംഗ് മെത്തേഡ് ആൻഡ് അൾട്രാ ഹൈ പാസ്ചറൈസേഷൻ. ആദ്യത്തേത് 71.7 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 സെക്കൻഡ്സ്, holding method 62.8 degree Celsius for 30 minutes and ultra high pasteurization 137.8 degree Celsius for 2 seconds. സ്പോയിലേജ് മെയിൻ സ്പോയിലേജ് ഓർഗാനിസംസ് എല്ലാം തന്നെ അത്ര ഹീറ്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. മിൽക്കിലുള്ള പാത്തജനിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യുന്നത് പാസ്ചറൈസേഷൻ വഴിയാണ്. കൂടുതലായിട്ട് നമ്മൾ റിഗറസ് കുറച്ചും കൂടി ഹൈ ടെമ്പറേച്ചർ കൊടുക്കുകയാണെങ്കിൽ ആ പ്രോഡക്റ്റ് സ്പോയിലായി പോകും എന്നുള്ള പ്രോഡക്ട്സിനെ നമുക്ക് പ്രിസർവ് ചെയ്യുന്നത് ഈ പാസ്ചറൈസേഷൻ മെത്തേഡ് വഴി നമുക്ക് പ്രിസർവ് ചെയ്യാം. പിന്നെ കോമ്പീറ്റിംഗ് ഓർഗാനിസംസ് ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ഡിസേർട്ട് ഫെർമെൻറ്റേഷൻ നമുക്ക് ആവശ്യമുള്ള സമയത്തും നമുക്ക് ഫെർമെൻറ്റേഷൻ നടക്കും. പക്ഷേ കോമ്പീറ്റിംഗ് ഓർഗാനിസത്തിന് നമുക്ക് കില്ല് ചെയ്യണം എന്നുള്ള ആ കണ്ടീഷനിലും നമുക്ക് ഈ ടെമ്പറേച്ചർ കൊടുത്തിട്ട് പാസ്ചറൈസേഷൻ നടത്താം. അപ്പോൾ നമ്മൾ ഹീറ്റിംഗ് ബിലോ 100 ഡിഗ്രി സെൽഷ്യസിൽ വരുന്നതാണ് ഈ പാസ്ചറൈസേഷൻ. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് എബൌട്ട് 100 ഡിഗ്രി സെൽഷ്യസ്, ഏകദേശം 100 ഡിഗ്രി സെൽഷ്യസ്, അതായത് 100 ഡിഗ്രിയിലോട്ട് അടുത്ത് വരുന്നില്ല, 100 ഡിഗ്രിയിൽ താഴെ തന്നെ, എബൌട്ട് 100 ഡിഗ്രി സെൽഷ്യസ്.